നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നിലവിലെ കേരളത്തിലുള്ള KSRTCയിലെ സൗജന്യ യാത്രയെ കുറിച്ചാണ്. നമുക്കറിയാം, യു.ഡി.എഫ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട പ്രകടന പത്രികയിൽ അതുപോലെ ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്ന 5 ഇനം ഗ്യാരണ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കേരളത്തിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചെന്താണ്, ഡൽഹിയിലെയും പഞ്ചാബിലെ മോഡലിൽ ആം ആദ്മി ആപ്പ് കൊണ്ടുവന്ന രീതിയിൽ പൊതുഗതാഗതം പൂർണ്ണമായും സൗജന്യമായിക്കൊണ്ട് എല്ലാവർക്കും എല്ലാ വനിതകൾക്കും എല്ലാ സർക്കാർ ബസ്സുകളിലും യാത്ര ചെയ്യുന്ന രൂപത്തിലായിരിക്കും എന്നാണ് കരുതിയതെങ്കിലും അപ്പൊ നിലവില് അന്ന് പ്രധാനത്തിൽ മുന്നിൽ നിന്ന് നയിച്ചിരുന്ന KC വേണുഗോപാൽ അടക്കം ആളുകൾ പറഞ്ഞത് നിങ്ങൾ മെയ് 15 അന്ന് പറഞ്ഞ തീയതി മെയ് 15 മെയ് 15 മുതൽ ആണ് കയറിക്കോ എന്നാണ് പുള്ളി പറഞ്ഞിരുന്നത്. ആ രൂപത്തിലേക്ക് എല്ലാവരും പ്രതീക്ഷയെങ്കിലും ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഉണ്ടാവുന്ന ചില വസ്തുതകള്, കാരണം ഇത് വെളുക്കം തെച്ച് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ രൂപത്തിലേക്കുള്ള ഒരു രീതിയിലേക്കാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ കേരളത്തിലെ 4 ജില്ലാനം വരുന്ന ബസ്സുകളിൽ 3000 അടുത്ത് മാത്രമേ ഈ ഓർഡിനറി ബസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവർ ഓർഡിനറി ബസ്സിൽ മാത്രമാണെന്ന് പറഞ്ഞത് ഇത് മനസ്സിലാക്കേണ്ടത് ഇത് മലബാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടക്കച്ചവടം കൂടിയാണ്. കാരണം ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ഏറ്റവും കൂടുതൽ മലബാറിൽ 60 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മലബാർ മേഖലയിൽ നമ്മൾ എടുത്തു നോക്കിയാൽ വളരെ 500-ൽ താഴെ സർവീസ് മാത്രമേ ഓർഡിനറി ബസ്സിനുള്ളൂ എന്ന് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഹൈറേഞ്ച് മേഖലയിലാണ്. പ്ലെയിൻ ലാൻഡ് മേഖലയിൽ, സമതല മേഖലകളിൽ പൊതുവെ തുലവും തുച്ഛമായ രൂപത്തിലാണ് KSRTC സർവീസുകളുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തില് അതേപോലെ ട്രാവൺകൂറിന് മാത്രം ഉപകാരപ്രദമായ രൂപത്തിലേക്ക് വളരെ ജനസംഖ്യ കുറഞ്ഞ പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഓടുന്ന സർവീസിന് വെച്ച് നോക്കുമ്പോൾ 43 ലക്ഷം പോപ്പുലേഷൻ വരുന്ന നമ്മുടെ നാട്ടില് മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോടും അടക്കമുള്ള സർവീസ് എടുത്തു നോക്കിയാൽ അപ്പോൾ ഒരു പക്ഷേ ഇത് കാണുന്നത് ഈ പദ്ധതി ഗുണത്തേക്കാൾ കൂടുതൽ ദോഷത്തിലേക്ക് പോകുന്ന രൂപത്തിലേക്ക് വരുന്നുണ്ട്. ഇതിന് മറ്റൊരു പരിഹാരം, അതായത് 60 മണ്ഡലത്തിൽ വരുന്ന MLA-മാർ സ്വന്തം മണ്ഡലത്തിൽ ഒരു 8 ബസ്സെങ്കിലും ചുരുങ്ങിയത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത MLA-മാർക്കുണ്ട്. അവർ അത്ര രീതിയിൽ കൂടി ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു പദ്ധതി അതിന്റെ യഥാർത്ഥ ഗുണകരമായ രൂപത്തിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.